നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോം ടാബിലുള്ള ക്ലിപ്പ് ബോർഡ് അതുപോലെ തന്നെ ഫോണ്ട് ഗ്രൂപ്പ് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിലെ എല്ലാ ഓപ്ഷൻസും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് കീസും നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിന്ന് പറയാനുള്ളത് ഫോണ്ട് ഗ്രൂപ്പ് കഴിഞ്ഞ് വരുന്ന പാരഗ്രാഫ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഹോം ടാബിൽ മാത്രമല്ല, പേജ് ലേഔട്ട് ടാബ് എടുത്താലും അവിടെ നമുക്ക് പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പക്ഷെ അതിനകത്ത് ഇൻഡൻറ്റേഷനും സ്പേസിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഹോം ടാബിലുള്ള പാരഗ്രാഫിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പം പാരഗ്രാഫിൽ ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ആണ്. അപ്പം ഈ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ബുള്ളറ്റഡ് ലിസ്റ്റും ഉണ്ട്, നമ്പേർഡ് ലിസ്റ്റും ഉണ്ട്. അതായത് ഓർഡേഡ് ലിസ്റ്റും അൺഓർഡേഡ് ലിസ്റ്റും. ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 2 3 4 എന്ന് എഴുതി പോകുന്നതാണ് ഓർഡേഡ് ലിസ്റ്റ്. അതാണ് നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേഡ് ലിസ്റ്റ്. അതിനൊരു പർട്ടിക്കുലർ ഓർഡർ കാണത്തില്ല. നമ്മൾ പോയിന്റ്സ് ഈ നോക്കി, ഇവിടെ നമ്മൾ പോയിന്റ് ആയിട്ട് ഓരോന്ന് കൊടുത്തേക്കും, ഇതിന് നമ്പർ ഇട്ടിട്ടില്ല. ഇതാണ് ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ബുള്ളറ്റ്സ് ഉള്ളത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുള്ളറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ബുള്ളറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബുള്ളറ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബുള്ളറ്റ്സ് ഞാനിവിടെ കൊടുക്കുകയാണ്. മിനിറ്റ്. അപ്പോൾ ഞാനിവിടെ വെച്ചു. ഇവിടെ ഞാൻ ബുള്ളറ്റിൽ ക്ലിക്ക് ചെയ്തു. ബുള്ളറ്റിൽ ഏത് ബുള്ളറ്റാണോ വേണ്ടത് ആ ബുള്ളറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ബുള്ളറ്റ്സിൽ അപ്പോൾ ഞാൻ ഈ ഒരു ബുള്ളറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ബുള്ളറ്റ് നമ്മുടെ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് വേണ്ട കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിലുള്ള ഐറ്റം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അടുത്ത ബുള്ളറ്റ് വരും. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മുടെ കണ്ടന്റ് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബുള്ളറ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്പേർഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ബുള്ളറ്റ് നമുക്ക് യൂസ് ചെയ്യാം. നമ്പേർഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്പറിംഗ് ഉണ്ടല്ലോ, ഇതാണ് നമ്പേർഡ് ലിസ്റ്റ്. ഈ നമ്പറിങ്ങിൽ കണ്ടോ പല രീതിയിലുള്ള നമ്പേർഡ് ലിസ്റ്റ് അവൈലബിൾ ആണ്. ABCD 1 2 3. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ കണ്ടോ ഇവിടെ 1 എന്ന് വന്നു. ഈ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫോർമാറ്റിൽ അടുത്ത ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് അല്ലെങ്കിൽ ബുള്ളറ്റഡ് ലിസ്റ്റും നമ്പേർഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അൺഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിൽ ബുള്ളറ്റിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഓർഡേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരഗ്രാഫ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ അലൈൻ ചെയ്യണം നമ്മുടെ പേജിൽ, അതാണ് അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അലൈൻമെൻറ്റ് മെയിനായിട്ടും 4 തരത്തിലുള്ള അലൈൻമെൻ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റ്. ഇതിപ്പോൾ സെലക്ട് ആയി കിടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിരിക്കും. നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ തന്നെ ഡീഫോൾട്ട് ആയിട്ടുള്ള അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിരിക്കും. അതാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റേഡ് അലൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, അപ്പോൾ നമുക്ക് ഇതൊക്കെ സെൻറ്ററിൽ വരണം. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, ലെഫ്റ്റ് മാർജിനിലാണ്. അപ്പം സെൻറ്ററിൽ വരണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, സെൻറ്റർ കൊടുത്താൽ മതി. ഇനി റൈറ്റ് സൈഡിൽ വരണമെങ്കിൽ റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്താൽ മതി. പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ആണ്. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ നമ്മളൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ഓർഡർ ഇല്ല, ഒരു നീറ്റ്നെസ് ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു പാരഗ്രാഫ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നീറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്ലിപ്പ് ബോർഡ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് നോക്കി, ഈ ഒരു പാരഗ്രാഫ് ഇവിടെ വരെ ഈ ഒരു റൈറ്റ് അലൈൻമെൻറ്റ് ഇവിടെ വരെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതാണെങ്കിൽ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു നീറ്റ്നെസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കാം, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്ത് അലൈൻമെൻ്റ് ആണ്, ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റിഫൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു റൈറ്റ് അലൈൻമെൻറ്റിൽ വരും. ഇനി നമ്മൾ അടുത്ത ബാക്കി സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുവാണെങ്കിലും അത് കണ്ടോ ആ ഒരു കറക്റ്റ് ആ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്, അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റോ റൈറ്റോ മാർജിനിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത്.
അലൈൻമെൻറ്റ് മെയിനായിട്ടും എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 ടൈപ്പ് അലൈൻമെൻ്റ് ആണ്. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ, റൈറ്റ് ആൻഡ് ജസ്റ്റിഫൈ. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ പഠിക്കുക എളുപ്പമാണ്. Ctrl+L ആണ് ലെഫ്റ്റ് അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇനി സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ Ctrl+E ആണ്. Ctrl+C എന്ന് ഓർക്കരുത്, Ctrl+C നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പോൾ CE രണ്ടാമത്തെ ലെറ്റർ എന്താണ്? E ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സെൻറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+E ആണ്. റൈറ്റ് അലൈൻമെൻ്റ് ആണെങ്കിൽ എളുപ്പമാണ്, Ctrl+R ആണ് റൈറ്റ് അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇനി ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ Ctrl+J ആണ് ജസ്റ്റിഫൈഡ് ഷോർട്ട് കട്ട് കീ. അപ്പം Ctrl+L ലെഫ്റ്റ്, Ctrl+R റൈറ്റ്, Ctrl+J ജസ്റ്റിഫൈ, Ctrl+E സെൻറ്റർ അലൈൻമെൻറ്റ്. ഇത്രയുമാണ് മെയിനായിട്ടുള്ള അലൈൻമെൻറ്റ് വരുന്നത്. പിന്നെ അടുത്ത വരുന്നത് ഇൻഡൻറ്റേഷൻ ആണ്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരഗ്രാഫ് റൈറ്റ് മാർജിനിലോ ലെഫ്റ്റ് മാർജിനിലോ എവിടെ ഇൻഡൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻഡൻറ്റേഷൻ പറയുന്നത്. അപ്പം ഇവിടെ ഇൻക്രീസ് ഇൻഡൻറ്റും ഉണ്ട്, ഡിക്രീസ് ഇൻഡൻറ്റും ഉണ്ട്. ഈ 2 ഓപ്ഷൻസ് ആണ്. ഈ ഇൻക്രീസ് ഇൻഡൻറ്റ് ഞാൻ ഈ ഒരു പാരഗ്രാഫിൽ ഇവിടെ ഞാൻ എൻ്റെ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുക്കുക. ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുക്കുമ്പോൾ കണ്ടോ ആ ഒരു പാരഗ്രാഫ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ മാർജിൻ കഴിഞ്ഞിട്ട് എത്രത്തോളം റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇൻഡൻറ്റേഷൻ കൊടുക്കുന്നത്. ഇൻക്രീസ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. ഇനി ഡിക്രീസ് ഇൻഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഇതാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലൈൻ സ്പേസിങ് ഓപ്ഷനാണ്. ലൈൻ സ്പേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈൻസിന് ഇടയിലുള്ള വെർട്ടിക്കൽ സ്പേസിനെയാണ് ലൈൻ സ്പേസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് ലൈനാണ്, ഇത് സെക്കൻഡ് ലൈനാണ്. ഈ 2 ലൈനിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ലൈൻ സ്പേസിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലൈൻ സ്പേസിങ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് കാണാൻ പറ്റും. 1.0, 1.15, 1.5, 2.0, 2.5, 3.0. അപ്പോൾ ഈ ഓപ്ഷൻസ് പഠിച്ചു വെക്കുക. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലൈൻ സ്പേസിങ് ഓപ്ഷനിൽ വരാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതൊക്കെയാണ്? 1.0, 1.15, 1.5, 2.0, 2.5, 3.0. ഇനി ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 1.15 ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിങ്. ഇനി നമുക്കിവിടെ ലൈൻ സ്പേസിങ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാനിത് സെലക്ട് ചെയ്തതിന് ശേഷം ലൈൻ സ്പേസിങ്ങിൽ ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ 1.0 കൊടുത്തു. കണ്ടോ ഇവിടെ കുറച്ചും കൂടി അടുത്തു. ഇനി നമ്മൾ 2 കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇവിടുത്തെ സ്പേസ് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഇങ്ങനെ സ്പേസ്, അതായത് നമ്മുടെ ലൈൻസിനിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ലൈൻ സ്പേസിങ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ. നമ്മളൊരു പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ആ പാരഗ്രാഫിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഷെയ്ഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഷെയ്ഡിങ്ങിൽ കണ്ടോ പല രീതിയിലുള്ള കളറുണ്ട്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് നമ്മൾ ചില നോട്ട്ബുക്കിൽ കണ്ടില്ലേ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ് മാത്രം ബോർഡറും ഷെയ്ഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം, ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, അതുപോലെ തന്നെ ബോർഡർ കൊടുക്കാം. അടുത്ത ബോർഡറാണ്, ഇതിന് നമുക്ക് ബോർഡർ കൊടുക്കാം. അതായത് ഈ ഒരു പാരഗ്രാഫിന് മാത്രം ഇത് ബോർഡർ ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? ബോട്ടം ബോർഡർ ഉണ്ട്, ടോപ്പ് ബോർഡർ ഉണ്ട്, ലെഫ്റ്റ് ബോർഡർ ഉണ്ട്, റൈറ്റ് ബോർഡർ ഉണ്ട്, നോ ബോർഡർ ഉണ്ട്, ഓൾ ബോർഡർ ഉണ്ട്, ഔട്ട്സൈഡ് ബോർഡർ ഉണ്ട്. ഇങ്ങനെ ബോർഡർ പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു പാരഗ്രാഫിന് ബോട്ടം ബോർഡർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ബോട്ടം ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ താഴെ മാത്രം വരും. ഇനി നമ്മളിവിടെ വെച്ചിട്ട് ഇതിന് നമ്മൾ ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഔട്ട്സൈഡിൽ എന്താവും? ബോർഡർ വരും. ഇനി ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ പോകും. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബോർഡർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോർട്ടാണ്. സോർട്ടാന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സോർട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിലൊരു ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് നമുക്ക് എന്ത് ചെയ്യണം? ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സോർട്ടിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് കുറച്ച് പേരുകൾ എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഇത് കറക്റ്റ് അസെൻഡിങ് ഓർഡറിലൊന്നും അല്ല. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലല്ല. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യുക? ഇതൊന്ന് ആൽഫബറ്റിക് ഓർഡറിലാക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് സോർട്ട് എടുക്കുക. സോർട്ടിനകത്ത് ഇവിടെ കണ്ടോ സോർട്ട് ബൈ പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടുന്നത്. ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്. അപ്പം ഇവിടെ എന്താണ് സോർട്ടിൽ വരുന്ന ടൈപ്പ് ഏതൊക്കെയാണ്? ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ്. അപ്പോൾ ഏതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം? അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ ടെക്സ്റ്റ്
അറേഞ്ച് ചെയ്യാം, നമ്പർ അറേഞ്ച് ചെയ്യാം, ഡേറ്റ് അറേഞ്ച് ചെയ്യാം, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് 2 ഓപ്ഷൻ ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അസെൻഡിങ് കൊടുക്കുകയാണ്. അസെൻഡിങ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇതെന്തായി, അൽഫബറ്റിക് ഓർഡറിലായി. FGKRY. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് ഷോ ഓർ ഹൈഡ് ആണ് പാരഗ്രാഫിൽ വരുന്നത്. അതായത് ഒരു പാരഗ്രാഫ് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഷോ ഓർ ഹൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പം പാരഗ്രാഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എവിടെ എൻഡ് ചെയ്യുന്നു അങ്ങനെയുള്ള ഫോർമാറ്റിംഗ് സിമ്പിൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഷോ ഓർ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓരോ പാരഗ്രാഫിൻ്റെയും എൻഡിലൊക്കെ എന്ത് വരുന്നുണ്ട്, ഒരു പാരഗ്രാഫ് മാർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് എന്താ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ വരുന്നത് സ്റ്റൈൽസ് ആണ്. ഇതിനകത്ത് വരുന്ന സ്റ്റൈൽസ് ആണ്. ഒരു പ്രീ ഡിഫൈൻഡ് തീം നമ്മുടെ ഡോക്യുമെന്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+S ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പലതരത്തിലുള്ള സ്റ്റൈൽസ് ഉണ്ട്. ഈ സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഫോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താവുന്നുണ്ട്, കളറ്, ഫോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ആകും. അപ്പം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള തീംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫൈൻഡ്, റീപ്ലേസ് ആൻഡ് സെലക്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ എഡിറ്റിങ്ങിൽ വരുന്നത്. ഇനി ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+F ആണ്. റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+H ആണ്. പിന്നെ സെലക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യാം, ഒരു ടെക്സ്റ്റിനെയോ ഒബ്ജക്റ്റിനെയോ ഡോക്യുമെൻറ്റിനെയോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫൈൻഡ്, ഞാനിപ്പോൾ Ctrl+F കൊടുത്ത് ഷോർട്ട് കട്ട് കീ കൊടുത്ത് കാണിക്കാം. Ctrl+F കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ Ctrl+F ഷോർട്ട് കട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നാണ്. പക്ഷേ ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫൈൻഡ് ഉണ്ട്, റീപ്ലേസ് ഉണ്ട്, ഗോ ടു ഉണ്ട്. ഇവിടെ 3 ടാബാണുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമിന് ചോദിക്കുക റീപ്ലേസിൻ്റെ, എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താ അല്ലെങ്കിൽ ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ Ctrl+F ആണോ H ആണോ എന്നൊക്കെ ഡൗട്ട് വരും. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുമ്പോൾ Ctrl+F കൊടുത്താൽ എന്താ വരുന്നത്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സാണ് വരുന്നത്. പക്ഷെ അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ളത് ഏതായിരിക്കും, ഫൈൻഡ് എന്ന് പറയുന്ന ടാബ് ആയിരിക്കും സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ SA എന്നൊന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SA എവിടെയൊക്കെ ഉണ്ടോ അത് നമുക്ക് കാണാൻ പറ്റും. ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത SA ഉള്ളിടം നമുക്ക് കാണാൻ പറ്റും. ഇനി റീപ്ലേസ്, ഈ SAക്ക് പകരം വേറെ എന്തെങ്കിലും വെച്ച് വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ഗോ ടു, ഏതെങ്കിലും ഒരു പേജിലേക്ക് പോകാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗോ ടു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ Ctrl+H റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. Ctrl+H കൊടുത്താലും എന്താ വരുന്നത്, ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. പക്ഷെ അവിടെ എനേബിൾ ആയിട്ടുള്ളത് എന്തായിരിക്കും, റീപ്ലേസ് ആയിരിക്കും എനേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡിൻ്റെത് Ctrl+F ആണ്, റീപ്ലേസിൻ്റെ Ctrl+H ആണ്. ഇപ്പോൾ ഞാൻ കൊടുത്തത് Ctrl+G ആണ്, അത് ഗോ ടുവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പോൾ ഇവിടെ എനേബിൾ ആയിട്ടുള്ളത് ഗോ ടു ആണ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ഫൈൻഡ് എന്ന് ചോദിച്ചാൽ Ctrl+F കൊടുക്കുക, റീപ്ലേസ് ചോദിച്ചാൽ Ctrl+H കൊടുക്കുക, അതുപോലെ തന്നെ ഗോ ടു ചോദിച്ചാൽ Ctrl+G കൊടുക്കുക. ഇതിൻ്റെ എല്ലാം ഡയലോഗ് ബോക്സ് ഒന്നായിരിക്കും വരുന്നത്. അത്രയേ ഉള്ളൂ ഒരു ഡിഫറൻസ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഹോം ടാബിൽ. ഇന്ന് ഹോം ടാബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് പാരഗ്രാഫ്, ഗ്രൂപ്പ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്, ഇത്രയും ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി ഇൻസേർട്ട് ടാബ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്